രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയ അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. 7ാം ഘട്ട വോട്ടെടുപ്പ് 1-ാം തീയതി നടക്കും. ഇന്ന് പരസ്യ പ്രചാരണം അവസാനിച്ചു. അവസാന ഘട്ട വോട്ടെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ ഏപ്രിൽ 19-നാണ് വോട്ടെടുപ്പ് തുടങ്ങിയത്, 1-ാം ഘട്ടം തുടങ്ങിയത്. അതിന്റെ 7 ഘട്ടങ്ങൾ പിന്നിട്ടാണ് അവസാന ഘട്ടത്തിൽ എത്തുന്നത്. 57 മണ്ഡലങ്ങളാണ് ഈ ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തുക. UP-യിൽ 13, അതാണ് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനം അവസാന ഘട്ടത്തിൽ. പഞ്ചാബിൽ 13, ബംഗാൾ 9, ബീഹാർ 8, ഒഡീഷ 6, ഹിമാചൽ 4, ജാർഖണ്ഡ് 3, ചണ്ഡീഗഡ് 1 എന്നിങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങൾ. 904 സ്ഥാനാർത്ഥികളാണ് കിരൺ അവസാന ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. ഇതിൽ പഞ്ചാബിലും ഒപ്പം ഹിമാചലിലും പൂർണ്ണമായും ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരാമർശിച്ചു. പഞ്ചാബിൽ ഇടത് സഖ്യത്തിന് വലിയ പരീക്ഷണശാലയാണ്. എങ്കിലും ഫലം അവർക്ക് അനുകൂലമായാൽ മൊത്തത്തിൽ നഷ്ടം ഉണ്ടാകില്ല. എങ്കിലും അവിടെ ആപ്പും കോൺഗ്രസും നേർക്കുനേർ ഏറ്റുമുട്ടുന്നു എന്നത് തന്നെയാണ്. ഡൽഹിയിൽ ഒരുമിച്ച് നിൽക്കുന്നവർ ഇവിടെ വന്ന് പരസ്പരം ഏറ്റുമുട്ടുന്നു എന്നത് തന്നെയാണ് BJP അവിടെ പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. BJPയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകളില്ലാത്ത സംസ്ഥാനം കൂടിയാണ്. എങ്ങനെയൊക്കെ പ്രാധാന്യമുള്ളതാണ് 7ാം ഘട്ടം? ഇനിയിപ്പോൾ 7ാം ഘട്ടം എന്ന് പറഞ്ഞാൽ 57 മണ്ഡലങ്ങളാണ്. 7ാം ഘട്ടത്തിലും 6ാം ഘട്ടത്തിലും 57 മണ്ഡലങ്ങൾ വീതമായിരുന്നു. ഈ ഒരു ഏറ്റവും അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോഴും ഇതുവരെ ഉണ്ടായിരുന്നു 1-ാം ഘട്ടത്തിലോ 2-ാം ഘട്ടത്തിലോ നിൽക്കുന്നത് പോലെയല്ല. ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ രണ്ട് മുന്നണിക്കും ഒരേപോലെ തന്നെ, ഇന്ത്യ മുന്നണിക്കായാലും NDAക്കായാലും സാധാരണ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ ഘട്ടത്തിലൊക്കെ നമ്മളടക്കം പ്രതീക്ഷിച്ചിരുന്നത്, അല്ലെങ്കിൽ ഒരു വലിയ വിലയിരുത്തലുകളൊക്കെ ഉണ്ടായിരുന്നത് NDA അനായാസമായ ഒരു വിജയത്തിലേക്ക് നീങ്ങുന്നു, അവിടെ കാര്യമായ ഒരു വെല്ലുവിളി ഉയർത്താൻ കഴിയില്ല എന്നല്ല. പക്ഷേ ഈ അവസാന ഘട്ടത്തിലും NDAക്ക് അതിശക്തമായ ഒരു പോരാട്ടത്തിലേക്ക് നിൽക്കേണ്ടി വരുന്നു. ഇപ്പോൾ ഈ ധ്യാനത്തിൻ്റെ വിഷയത്തിൽ അടക്കം എടുത്തു കഴിഞ്ഞാൽ അത്തരം ഒരു കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങേണ്ടി വരുന്നത്, അത്തരം ഒരു അവസ്ഥ ഉണ്ടായത് ഈ ഘട്ടത്തിലടക്കം വേണമെങ്കിൽ ഇന്ത്യ മുന്നണിക്കടക്കം ഒരു ഭൂരിപക്ഷത്തിലേക്ക് നേടാം, അങ്ങനെ ഒരു പ്രതീതി എന്തായാലും രാജ്യത്തുണ്ട്. ഇന്ത്യ മുന്നണിക്കാർ ആ ആത്മവിശ്വാസം എന്തായാലും അവസാന ഘട്ടത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ പഞ്ചാബിലെയാണ്. പഞ്ചാബിലെ 13 സീറ്റുകൾ, പഞ്ചാബിലെ എല്ലാ സീറ്റുകളിലും ഒറ്റ ദിവസം തന്നെ, കേരളത്തിലെ പോലെ ഒരു ദിവസം തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ പഞ്ചാബിൻ്റെ 13 സീറ്റുകൾ എന്ന് പറഞ്ഞാൽ BJPക്ക് കാര്യമായ പ്രതീക്ഷയില്ലാത്ത സീറ്റാണ് ഈ 13 സീറ്റുകളും. BJPക്ക് പഞ്ചാബിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അകാലിദളുമായിട്ടായിരുന്നു. ഈ പ്രകാശ് സിംഗ് ബാദലിൻ്റെ ഒക്കെ കാലത്ത് 1996 മുതൽ തുടങ്ങിയ പഞ്ചാബിലെ അവരുടെ സഖ്യമാണ്. ആ 96 മുതൽ 2020 വരെ നീണ്ട സഖ്യമായിരുന്നു. പ്രത്യേകിച്ച് BJPയെ സംബന്ധിച്ച് BJPയുടെ ഒരു നാച്ചുറൽ അലൈ എന്നൊക്കെ പറയാൻ കഴിയുന്ന 2 പാർട്ടികളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഈ ശിരോമണി അകാലിദളും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെ ശിവസേനയുമാണ്. ഈ 2 പാർട്ടികളാണ് അത്തരത്തിലേക്കുള്ള ഒരു ഹിന്ദുത്വ പ്രത്യയശാസ്ത്രമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർ. ശിരോമണി അകാലിദളാണെങ്കിൽ സിഖ് മതവിഭാഗത്തിന്റെ, പ്രത്യേകിച്ച് അവിടുത്തെ മതവുമായും ആചാര്യന്മാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അത്രയും ഒരു ചിലപ്പോൾ നമ്മൾ ലീഗിന്റെ ഒക്കെ പ്രസിഡന്റിനെ ഒരു ആത്മീയാചാര്യൻ എന്നൊക്കെ പറയില്ല, അതുപോലെ ആ തരത്തിൽ അവർക്ക് അവരുടെ എല്ലാ ആത്മീയ ബോഡികളുമായും ഈ ഓരോ ഗുരുദ്വാരയുള്ള ബോഡിയുമായിട്ടൊക്കെ നേരിട്ട് ഭരണത്തിലുമൊക്കെ ബന്ധമുള്ള അവിടുത്തെ നിർണായകമായ ഒരു പാർട്ടിയായിരുന്നു. ആ പാർട്ടിക്കൊപ്പമായിരുന്നു BJP എന്നത്. പക്ഷേ പ്രധാനമായും ഈ കർഷക സമരം കഴിഞ്ഞ 2019 BJPയും ശിരോമണി അകാലിദളും ഒരുമിച്ച് നിന്നെങ്കിലും ഇന്ത്യ ആകെ നരേന്ദ്രമോദിക്ക് അനുകൂലമായ ഒരു മോദി തരംഗം വീശിയടിച്ചെങ്കിലും ആ 13 സീറ്റുകൾ 2019 ആകെ BJPക്ക് അന്ന് നേടാനായത് 2 സീറ്റ് മാത്രമാണ്. അത് ശിരോമണി അകാലിദളിനും 2 സീറ്റ്, കോൺഗ്രസിന് 8 സീറ്റുകൾ വരെ നേടാൻ കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിക്ക് 1 സീറ്റും നേടാൻ കഴിഞ്ഞു 2019. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ സഖ്യം വീണ്ടും പിളരുന്നു, അല്ലെങ്കിൽ സഖ്യത്തിന് BJPക്ക് അങ്ങനെ ഒരു അനിവാര്യമായ ഒരു ഘടകമല്ല SAD എന്നുള്ളൊരു അവസ്ഥ വരുന്നു. അതിനുശേഷമാണ് അവിടുത്തെ ഈ വലിയ കർഷക പ്രക്ഷോഭങ്ങൾ വരുന്നു. കർഷക പ്രക്ഷോഭം വരുമ്പോൾ നമുക്കറിയാം, കർഷക പ്രക്ഷോഭത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് ഒന്ന് പഞ്ചാബാണ്, ഒന്ന് ഹരിയാനയാണ്, ഒന്ന് പശ്ചിമ ഉത്തർപ്രദേശാണ്. ഈ 3 സ്ഥലങ്ങളിലാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കർഷകരുടെ വലിയ കേന്ദ്രമുള്ളത്. പ്രത്യേകിച്ച് ഹരിയാനയിലായാലും പഞ്ചാബിലായാലും ഉള്ള പ്രത്യേകത, ഈ SADയുടെ അണികളിൽ അല്ലെങ്കിൽ SADക്ക് വോട്ട് ചെയ്യുന്ന മഹാഭൂരിപക്ഷം വരുന്ന സിഖ് ജനവിഭാഗവും കർഷകരാണ്. അവരുടെ മുഖ്യ വരുമാനം കൃഷിയാണ്. ആ കൃഷിയുമായി ബന്ധപ്പെട്ട കർഷക പ്രക്ഷോഭം വരുന്നു. ആ കർഷക നിയമത്തിനെതിരെയുള്ള വലിയ സമരങ്ങൾ വരുന്നു. ആ സമയത്ത് BJPക്കൊപ്പം നിന്ന് കഴിഞ്ഞാൽ SADക്കും നിലനിൽപ്പില്ല എന്നത് മനസ്സിലാകുന്നു. പക്ഷേ SADക്ക് അവിടെ കോൺഗ്രസുമായിട്ടോ ആം ആദ്മി പാർട്ടിയുമായിട്ടോ ഒരു സഖ്യത്തിലേക്ക് പോകാനുള്ള സാഹചര്യവും SADയുടെ മുന്നിലില്ല. സ്വാഭാവികമായും ആ സഖ്യം പിളരുന്നു. ആ സഖ്യം ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും അങ്ങനെ ഒരു സഖ്യത്തിലേക്ക് വരാനുള്ള സാധ്യത SAD നേതാക്കൾ പ്രധാനമായും സുഖ്ബീർ സിംഗ് ബാദലൊന്നും തള്ളിയിരുന്നില്ല. എങ്ങനെയാണോ പ്രകാശ് സിംഗ് ബാദലിൻ്റെ കാലത്ത് നിരുപാധികമായൊരു പിന്തുണ BJPക്ക് കൊടുത്തത്, അല്ലെങ്കിൽ BJPയെ പഞ്ചാബിലൊപ്പം നിർത്തി വളർത്തിയ ഒരു പാർട്ടിയാണ് എന്നതുകൂടി ആലോചിക്കണം. SADയുടെ ചെലവിൽ കൂടിയാണ് പഞ്ചാബിൽ, അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന് അപ്പുറത്തേക്ക് അവിടുത്തെ ഒരു സിഖ് മതവിഭാഗത്തിൻ്റെ ഒരു
ഒരു ആശയം ഒരു പാർട്ടിയുടെ ഒരു തണലിൽ കൂടിയാണ് BJP അവിടെ ശക്തി പ്രാപിച്ചത്. പക്ഷേ BJP ആ തരത്തിലേക്ക് നിന്നില്ല എന്നതുകൊണ്ട് SAD ഇത്തവണ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. പ്രധാന സീറ്റുകളിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട മുന്നണികൾ രണ്ടുപേരും സഖ്യങ്ങളില്ലാതെ മത്സരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ മണ്ഡലങ്ങളിലും ചതുഷ്കോണ മത്സരം നടക്കുന്നു എന്നതാണ് പഞ്ചാബിന്റെ ഫലത്തെ പ്രവചനാതീതമാക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് അവിടെ നിൽക്കുന്ന ഒന്നാമത്തെ കക്ഷി എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടി തന്നെയാണ്. ആം ആദ്മി പാർട്ടിയുടെ ഒരു സർക്കാരാണ് അവിടെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ആ സർക്കാരിനെതിരെ അങ്ങനെ കാര്യമായ ജനവിരുദ്ധ വികാരമോ അല്ലെങ്കിൽ ആ സർക്കാർ വിരുദ്ധ വികാരമോ ഒന്നും കാര്യമായിട്ടില്ല. ഇന്നലെ പോലും അവിടെ കർഷകരുടെ പ്രതിഷേധമുണ്ടായി. MLA-മാരുടെ വസതിക്ക് മുന്നിലും മറ്റുമൊക്കെ വലിയ രീതിയിൽ അവർ പ്രതിഷേധം ഇന്നലെ പ്രത്യക്ഷ സ്ഥാനാർത്ഥികളുടെ വസതിക്ക് മുന്നിലാണ്. പല BJP സ്ഥാനാർത്ഥികളുടെയും വസതിക്ക് മുന്നിൽ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട അവസ്ഥയിൽ പ്രധാനമന്ത്രി അവിടെ പ്രചരണ റാലിക്ക് പോകുമ്പോൾ ഈ പ്രധാനപ്പെട്ട നേതാക്കളെ, കർഷക സംഘടനാ നേതാക്കളെ ഒക്കെ തടങ്കലിലാക്കിയിട്ടാണ്, വീട്ടുതടങ്കലിലാക്കിയിട്ടാണ് പ്രധാനമന്ത്രിക്ക് അവിടെ റാലിയിൽ പങ്കെടുക്കാൻ പോലും പറ്റിയത്. പഞ്ചാബിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പഞ്ചാബ് മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല. അത് പഞ്ചാബികളുടെ പ്രത്യേകിച്ച് സിഖ് മതവിഭാഗത്തിന്റെ പ്രത്യേകത, ഇവര് ഒന്ന് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മതചിഹ്നങ്ങൾ, ഈ പഞ്ചകകാരങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ മതചിഹ്നങ്ങൾ, ഈ 5 മതചിഹ്നങ്ങളും ശരീരത്തിൽ വഹിച്ചുകൊണ്ടാണ് ഏത് സമയം നടക്കുന്നത്. നിങ്ങൾ ഇന്ന മതത്തിലാണ്, നിങ്ങളുടെ ആശയങ്ങൾ ഇതാണ് എന്നുള്ളത് നിങ്ങളെ ഇങ്ങനെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഈ മതചിഹ്നങ്ങൾ ശരീരത്തിലിരിക്കുന്നത്. അവർക്ക് അതിനിടയിൽ ഒരു വലിയ ഐക്യവും വലിയ ഒരു, പിന്നെ പഞ്ചാബികൾ പണ്ട് തൊട്ടേ ഇന്ത്യൻ സേനയിലായാലും എല്ലാം വലിയ സാഹസികർ കൂടിയാണ്. അവരെ ഏത് തരത്തിലാണ് പ്രതിഷേധം, പഞ്ചാബികളെ തടയുക എന്ന് പറഞ്ഞാൽ അവരെ പെട്ടെന്നൊരു സമരത്തിൽ തടഞ്ഞു നിർത്താനോ അല്ലെങ്കിൽ അവർക്കെതിരെ അവരെ പെട്ടെന്ന് അടിച്ചമർത്തുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ആ വികാരത്തെ മറികടന്നുകൊണ്ട് മാറാൻ SAD കഴിയില്ല. SAD ഒരു ഭാഗത്ത് നിൽക്കുന്നു, ആം ആദ്മി പാർട്ടി ഒരു ഭാഗത്ത് നിൽക്കുന്നു, കോൺഗ്രസ് മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നു, BJP മറ്റൊരു ഭാഗത്ത്. കോൺഗ്രസ് വിട്ട് വന്ന അമരീന്ദർ സിംഗ് ഒക്കെ BJP-യുമായി അത്ര അടുപ്പത്തിലാണോ? ഈ കർഷക പ്രശ്നം നിൽക്കുന്നത് കൊണ്ട് തന്നെ കൃത്യമായ നിലപാടെടുക്കാനോ പ്രചരണത്തിൽ ഉൾപ്പെടെ സജീവമാകാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യം ആണ് എന്നതുപോലെ ആണ് സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നത്. മറ്റൊന്ന്, മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും BJP ആളെ പിടിക്കുമ്പോൾ ഇവിടെ BJP-യിൽ നിന്ന് കൊഴിഞ്ഞുപോക്കുണ്ടായ ഒരു സംസ്ഥാനം കൂടിയാണ് പഞ്ചാബ്. അത് രേണുകാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഈ അമരീന്ദർ സിംഗ് പഞ്ചാബിലെ ഏറ്റവും വലിയ നേതാവായിരുന്നു. പഞ്ചാബിൽ കോൺഗ്രസിനെ ഭരണത്തിൽ എത്തിച്ച നേതാവ് അമരീന്ദർ സിംഗ് ആണ്. ഈ വലിയ തിരിച്ചടി ഉണ്ടാകുന്ന സമയത്ത് പോലും അമരീന്ദർ സിംഗിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിനെ പിടിച്ചു നിർത്തിയ നേതാവൊക്കെയാണ്. പക്ഷെ അമരീന്ദർ സിംഗ് കോൺഗ്രസ് വിട്ടുപോയപ്പോഴേക്കും ഈ പ്രതാപം നഷ്ടപ്പെട്ടതല്ല, അമരീന്ദർ സിംഗിന് യാതൊരു സ്വാധീനമില്ല. എന്നാൽ അമരീന്ദർ സിംഗിനൊപ്പമുള്ളവരെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഞാൻ കോൺഗ്രസ് വിട്ടുപോയതിനൊരു കാരണമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ. കാരണം അദ്ദേഹത്തിന്റെ ശക്തി വല്ലാതെ, അദ്ദേഹം ഒരു വലിയ ലൈംലൈറ്റിന്റെ അറ്റത്ത് നിന്നിട്ട് ഗ്യാലറിയിൽ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എടുത്തെറിയപ്പെട്ട. എന്തായാലും പഞ്ചാബിലെ സാഹചര്യങ്ങൾ അതാണ്. ഹിമാചലിൽ 4 സീറ്റാണുള്ളത്. 2021 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മണ്ഡി നഷ്ടപ്പെട്ടതാണ്. ഇപ്പം കങ്കണയെ നേരിടുന്ന വീരഭദ്ര സിംഗിന്റെ മകൻ വിക്രമാദിത്യ സിംഗ്, അദ്ദേഹത്തിന്റെ അമ്മയാണ് മത്സരിച്ചത്. ഇനിയിപ്പോൾ എന്ത് സംഭവിക്കും അവിടെ? ഹിമാചലിനെ സംബന്ധിച്ച് അത് മാത്രമല്ല വിഷയം. ഹിമാചലിലെ ഈ 6 MLA-മാർ, അയോഗ്യരായ 6 MLA-മാരുടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതടക്കം അവിടുത്തെ വിഷയമാണ്. അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് അഭിമാന പോരാട്ടമാണ്. കോൺഗ്രസിന്റെ കയ്യിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന 68-ൽ 40 MLA-മാർ കയ്യിലുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഒരു രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മനു അഭിഷേക് സിംഗിനെ പോലെ കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് മത്സരിക്കുമ്പോൾ അദ്ദേഹം തുല്യം വോട്ട് വരികയും ആ നറുക്കെടുപ്പിൽ പരാജയപ്പെട്ടു പോവുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അവിടെ തിരിച്ചുവരവിന് വേണ്ടി കോൺഗ്രസിന്റെ വലിയ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിന്ന് നയിച്ച പ്രിയങ്കയാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രിയങ്കയാണ് അവിടെ നയിക്കുന്നത്. എന്തായാലും നമുക്ക് സമയം പൂർണ്ണമാവുകയാണ്. ഇവിടെ ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ എന്തായാലും BJP-ക്ക് കൂടി അവിടെ ഹിമാചൽ അനുകൂലമാണ് എന്നുള്ള തരത്തിലേക്കുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് വരുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലയുടെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ്. നാളെയും എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങളുമായി എത്താം.